നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കാൻ വേണ്ടി വെള്ള നീല റേഷൻ കാർഡിൽ നിന്നും ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറ്റിയ ആളുകൾ, നിലവിലിപ്പോൾ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ എന്നിവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായ അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. നാളെ മുതൽ തന്നെ നിങ്ങളുടെ വീടുകളിലെല്ലാവരും റേഷൻ കാർഡ് ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്ന് പരിശോധന നടത്തും. അതല്ലെങ്കിൽ നിങ്ങൾ റേഷൻ വാങ്ങാൻ പോകുന്ന കടകളിൽ വന്ന് പരിശോധന നടത്തുന്നതാണ്. ആർക്കെല്ലാമാണ് ഈ ഒരു പരിശോധന നടത്തുക, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കറിയാം, ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമായിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ ഉണ്ടായിരുന്നത്. ഈ ഒരു പെൻഷൻ ലഭിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വെള്ള നീല കാർഡിൽ നിന്ന് ചുവപ്പ് കാർഡിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ മാറിയിട്ടുള്ള ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു അന്വേഷണം നടക്കുകയാണ്. അനർഹമായിട്ടാണ് നിങ്ങൾ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറിയതെങ്കിൽ നിങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ഫൈനുകൾ തിരിച്ചടയ്ക്കേണ്ടി വരും. കൂടാതെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷനും നിങ്ങൾക്ക് തടയപ്പെടും. സർക്കാരിൻ്റെ ഏറ്റവും പുതിയ കണക്കനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും അവർ നോക്കുക. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വീടിൻ്റെ അളവ്. 1000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡിന് അർഹതയില്ല എന്നാണ് സർക്കാർ പറഞ്ഞത്. അത് പ്രകാരം അവർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. അതുപോലെ തന്നെ വീട്ടിൽ AC മറ്റ് കാര്യങ്ങളുള്ള ആളുകൾ, സ്വന്തമായി 4 ചക്ര വാഹനമുള്ള ആളുകൾ, അതുപോലെ തന്നെ കുടുംബത്തിൽ ഒന്നാകെ 1 ഏക്കറിന് മേലെ കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത ഭൂമിയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഇപ്പോൾ ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡിന് അർഹതയില്ല. അതുകൊണ്ട് തന്നെ അവർ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിക്കാനോ അവർക്ക് ലഭിക്കാനോ പാടുള്ളതല്ല. ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡ് കൈവശം വെക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവർ വെള്ള റേഷൻ കാർഡിലേക്കോ നീല റേഷൻ കാർഡിലേക്കോ മാറാൻ അപേക്ഷ നൽകണം. അതുപോലെ തന്നെ ചുവപ്പ് റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയ ആളുകളുണ്ടെങ്കിൽ അവരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ പേര് എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കാൻ അപേക്ഷ സമർപ്പിക്കണം. ഇങ്ങനെ സർക്കാരിൽ നിന്ന് അനർഹമായിട്ട് പെൻഷനും മറ്റു കാര്യങ്ങളും കൈപ്പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വലിയ രൂപത്തിലുള്ള ഫൈനുകൾ തിരിച്ചടയ്ക്കേണ്ടി വരും. വീടുകളിലെത്തിയും അതുപോലെ തന്നെ പരാതി നൽകിയ ആളുടെ കൈവശം നേരിട്ടെത്തിയും നമ്മൾ റേഷൻ സാധനങ്ങൾ വാങ്ങുന്ന ഷോപ്പുകളെത്തുമെല്ലാം അവർ പരിശോധന തുടരുകയാണ്. അവർ കണ്ടെത്തി കഴിഞ്ഞാൽ വലിയ രൂപത്തിലുള്ള ഫൈനുകൾ തിരിച്ചടയ്ക്കേണ്ടി വരും. അവർ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യങ്ങൾ നമ്മൾ രേഖാമൂലം അവരെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈനുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഇവിടെ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി